തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. തൻ്റെ വർഗത്തിൻ്റെ നിലനിൽപ്പിന് സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ വജഅലക്കും ബനീന വഹഫദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. ഇണകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും നൽകുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത് ആ ഇണകളിൽ നിന്ന് മക്കളെയും പേരമക്കളെയും ഉണ്ടാക്കി എന്നുള്ളത്, തൻ്റെ വർഗത്തെ ശരിയാം വിധം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്തു കൊടുത്തിട്ടുള്ള അനന്യമായ ഒരു അനുഗ്രഹമാണ് എന്നാണ് ഈ വചനത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അനന്യമായ അനുഗ്രഹമായതോടുകൂടി തന്നെ ഏറ്റവും വലിയ ദൃഷ്ടാന്തവുമാണ് ഇണകളായി കഴിയുവാൻ സാധ്യമാവുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിലെ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ, അമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. വമിൻ ആയാതിഹി അല്ലാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. എന്തിനെന്നല്ല, ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് നിങ്ങൾ ശാന്തി അടയുന്നതിന് വേണ്ടി, സമാധാനം അടയുന്നതിന് വേണ്ടി. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തെയും കാരുണ്യത്തെയും നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, തീർച്ചയായും ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് സുവ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള, മനുഷ്യന് ചിന്തിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ, ശാന്തി അടയുന്നതിന് വേണ്ടി, സമാധാനമുണ്ടായി തീരുന്നതിന് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. ആ സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ടുതന്നു എന്നുള്ളതും വലിയ ദൃഷ്ടാന്തമാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. ആകാശം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, സൂര്യൻ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, ചന്ദ്രൻ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, സമുദ്രം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, വൃക്ഷങ്ങളും സസ്യലതാദികളും എല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതേ പ്രകാരത്തിലുള്ള ഒരു ദൃഷ്ടാന്തമാണ് മനുഷ്യർക്ക് അവർക്കിടയിൽ ശരിയാം വിധം സമാധാനപൂർണമായി ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത്. അതിനെപ്പറ്റി ആലോചിക്കണം, അതിനെപ്പറ്റി പഠിക്കണം, ചിന്തിക്കണം എന്നാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ആകാശത്ത് നിന്ന് മഴ വർഷിക്കുമ്പോൾ ആ മഴയുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമില്ല എന്ന് നാം പറയില്ല. സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സൂര്യതാപം എനിക്ക് വേണ്ടതില്ല എന്ന് നാം പറയില്ല. ചന്ദ്രൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചന്ദ്രന്റെ പ്രഭ എനിക്ക് ആവശ്യമില്ല എന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറയില്ല. ആകാശത്ത് നിന്ന് മഴ വർഷിച്ച് ഭൂമിയിൽ സസ്യലതാദികൾ പൊട്ടി വർദ്ധിക്കുമ്പോൾ, വളരുമ്പോൾ ആ സസ്യലതാദികളിൽ നിന്ന്, വൃക്ഷങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഉൽപ്പന്നങ്ങൾ, ഫലങ്ങൾ എനിക്ക് ആവശ്യമില്ല, വേണ്ടതില്ല, ഞാൻ ആഗ്രഹിക്കേണ്ടതില്ല എന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറയില്ല. അതേ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇണകളായി സൃഷ്ടിച്ചപ്പോൾ ആ ഇണകളിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ട സന്തതികൾ അത് വേണ്ടതില്ല എന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറയുകയില്ല, പറയുവാൻ പാടുള്ളതല്ല.
എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇണകളായി ജീവിക്കണം, ലൈംഗികമായ ആസ്വാദനങ്ങൾ ഉണ്ടാകണം, എന്നാൽ ആ ഇണകളിലൂടെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്നത് അത് ആവശ്യമില്ല എന്ന് പറയുന്ന, അതല്ലെങ്കിൽ അങ്കുലി പരിമിതമായിട്ടുള്ള ഒറ്റപ്പെട്ട ഒരു ആണ് ഒരു പെണ്ണ് എന്ന രൂപത്തിൽ മതി എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി വളർന്നു വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം ലോക ഗർഭ നിരോധന ദിവസമാണ്. ഗർഭം നിരോധിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആഗോളാടിസ്ഥാനത്തിലുള്ള ദിനമാണ് സെപ്റ്റംബർ 26 എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ ഉണ്ടാകുമ്പോൾ നിർദ്ദയമായി ഭ്രൂണഹത്യ നടത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 2021 വർഷക്കാലഘട്ടത്ത് 5,35,000 ഭ്രൂണഹത്യ നടന്നിരുന്നെങ്കിൽ 2024-25 വർഷത്തിലേക്ക് എത്തിയപ്പോൾ 8,93,000 ഭ്രൂണഹത്യകൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. 67% വർധനവ്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഗർഭസ്ഥ ശിശു ആണോ പെണ്ണോ എന്ന് മനസ്സിലാക്കുവാനെന്ന് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കപ്പെടുമ്പോൾ പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ സിംഹഭാഗവും ഹത്യ ചെയ്യപ്പെടുന്നു എന്നതാണ് കണക്കുകൾ പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്ന ജാഹിരി കാലഘട്ടത്തെ പ്രാകൃതരായ അറബികളെപ്പോലും നാണിപ്പിക്കും വിധമാണ് ഈ മേഖലയിൽ നിന്നുള്ള മനുഷ്യന്റെ ചിന്താഗതി എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറാ മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സഅ മാ യഹ്കുമൂൻ. അവർക്ക് ഒരു പെൺകുഞ്ഞിനെ സംബന്ധിച്ച് സുവിശേഷം അറിയിക്കപ്പെട്ടാൽ ആ അറിയിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അവന്റെ മുഖം വിവർണമാകും, കറുത്ത് കരിവാടിച്ചു പോകും. അവൻ ആലോചിക്കും, നിന്യത സഹിച്ചുകൊണ്ട് അപമാനം പേറി ആ കുഞ്ഞിനെ പിടിച്ചു വെക്കണോ അതല്ല മണ്ണിനടിയിൽ കുടിച്ചു മൂടണമോ എന്ന്. അലാ സാഅ മാ യഹ്കുമൂൻ, അവരുടെ വിധി എത്ര മോശമായിട്ടുള്ളതാകുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ഖൈസ് ഇബ്നു ആസിം പറയുന്നത് കാണാൻ നമുക്ക് സാധിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ഒരുപാട് മക്കളുണ്ടായിട്ടുണ്ട്. ആ മക്കളിൽ പെണ്ണാണെന്ന് മനസ്സിലായിട്ടുള്ള എല്ലാറ്റിനെയും ഞാൻ മണ്ണിനടിയിൽ കുടിച്ചു മൂടിയിട്ടുണ്ട്. ചില റിപ്പോർട്ടുകൾ 8 പെൺകുഞ്ഞുങ്ങളെ ഞാൻ കുടിച്ചു മൂടി എന്ന് അയാൾ പറയുന്നുണ്ട്. വേറെ ചില റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ള റിപ്പോർട്ടിൽ 12 പെൺകുട്ടികൾ എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന പെൺകുഞ്ഞുങ്ങളെ മുഴുവൻ അപമാന ഭാരത്താൽ അയാൾ മണ്ണിനടിയിൽ കുടിച്ചു മൂടിയിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കുഞ്ഞിന് പുറം ലോകം കാണുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർ നൽകിയിട്ടുണ്ട്. പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അവർ കൊന്നു കളഞ്ഞിട്ടുള്ളത്. സാംസ്കാരിക സമ്പന്നമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആധുനിക കാലഘട്ടത്തെ മനുഷ്യൻ ആ പ്രാകൃത ജീവിതത്തെ പോലും നാണിപ്പിക്കും വിധം പുറത്തേക്ക് വരാൻ പോലുമുള്ള സമയം കൊടുക്കാതെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഹത്യ നടത്തുന്ന ഏറ്റവും ക്രൂരമായ നിർദ്ദയമായ ഒരു അവസ്ഥയാണെന്ന് കാണുവാൻ സാധ്യമാകുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിനെ നിരാകരിക്കുന്നുണ്ട്, നിഷേധിക്കുന്നുണ്ട്, പാടില്ലെന്ന് പറയുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആനിന്റെ നിരവധി വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുന്നതിന്റെ അപകടത്തെ സംബന്ധിച്ചും ആ കുഴിച്ചു മൂടുന്ന വ്യക്തികൾക്ക് അവർക്ക് വരാനിരിക്കുന്ന മഹാദുരന്തത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തീർച്ചയായും അന്ത്യനാളിൽ അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുള്ള കുഞ്ഞ് ചോദിക്കപ്പെടും, ബിഅയ്യി ദംബിൻ ഖുതിലത്, ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ കുഞ്ഞ് കൊല്ലപ്പെട്ടത് എന്ന്. സാരമായി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ കൊഴിച്ചു മൂടിയിട്ടുള്ള വ്യക്തി തീർച്ചയായും രൂക്ഷമായ വിചാരണക്ക് വിധേയമാക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്,
നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട്, പട്ടിണിയെ ഭയന്നുകൊണ്ട്, കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുവാൻ പ്രയാസമായി തീരും എന്നെല്ലാം ജൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയുവാൻ പാടില്ല. തീർച്ചയായും നിങ്ങൾക്കും അവർക്കുമെല്ലാം ഭക്ഷണം നൽകുന്നത്, ഉപജീവനം നൽകുന്നത് നാം ആകുന്നു. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. അപ്രകാരം ഹത്യ നടത്തുക എന്ന് പറയുന്നത് മഹാ അപരാധമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ഇസ്രായിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത് വമൻഅൻ വകാത്തിൻ വമുഅദൽ ബനാത്ത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ ദ്രോഹിക്കുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അനിവാര്യമായും കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെക്കുക, സക്കാത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെക്കുക, അന്യന്റെ കൈവശമുള്ള മുതൽ തന്നിലേക്ക് വന്നു ചേരുന്നതിന് വേണ്ടി ആഗ്രഹിക്കുക, ഇതൊക്കെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. വഉദൽ ബനാത്ത്, പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുക എന്നതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. എന്നു മാത്രമല്ല, പെൺകുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുക എന്നുള്ളത് ഏറ്റവും മഹിതകരമായ ഒരു പുണ്യകർമ്മമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളുമായി കടന്നു വന്നു. ദരിദ്രയാണവർ, എന്തെങ്കിലും കിട്ടണമെന്നതാണ് അവരുടെ ആഗ്രഹം. മഹദി തൻ്റെ വീട്ടിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ അവർക്ക് വിശേഷിച്ച് ഭക്ഷ്യവിഭവങ്ങളൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ഒരു കാരക്കയാണ് കിട്ടിയത്. ആ കാരക്ക എടുത്തുകൊണ്ട് ആഗതക്ക് കൊടുത്തു. അവരെ കാരക്ക 2 ചീന്താക്കി. ഒരു ചീന്ത് ഒരു കുഞ്ഞിൻ്റെ വായിലും മറു ചീന്ത് മറ്റേ കുഞ്ഞിൻ്റെ വായിലും വെച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർ ഈ സംഭവം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഉബ്തുലിയ ബിഹാദിഹിൽ ബനാത്ത് ബിശൈഇൻ, ഈ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും പരീക്ഷണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ സന്തോഷ വാർത്ത അറിയിക്കുക. ആ കുഞ്ഞുങ്ങൾ നരകത്തിൽ നിന്ന് അവർക്ക് ഹിജാബായിരിക്കും, അവർക്ക് മറയായിരിക്കും, സംരക്ഷണം നൽകുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, മൻ കാന ലഹു സലാസു ബനാത്തിൻ ഔ സലാസു അഖ്വാത്ത് ഔ ഇബ്നതാനി ഔ ഉഖ്താനി ഫഅഹ്സന സുഹ്ബതഹുന്ന വഖ്തഖല്ലാഹ ഫീഹിന്ന ഫലഹുൽ ജന്ന. ഒരു വ്യക്തിക്ക് 3 പെൺകുഞ്ഞുങ്ങളുണ്ടായി, അല്ലെങ്കിൽ 3 സഹോദരിമാരുണ്ടായി. അതായത് 2 പെൺകുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 2 സഹോദരിമാർ. ആ സഹോദരിമാരുമായിട്ടുള്ള, ആ കുഞ്ഞുങ്ങളുമായിട്ടുള്ള അവന്റെ സമ്പർക്കം അവൻ നന്നാക്കി തീർത്തു, ഏറ്റവും നല്ല നിലക്ക് അവരെ തീറ്റിപ്പോറ്റി വളർത്തി എങ്കിൽ അവർ കാരണത്താൽ അവന് സ്വർഗം കിട്ടും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. വേറെയും ഇപ്രകാരത്തിലുള്ള ഒട്ടധികം ഹദീസുകൾ കാണാൻ നമുക്ക് സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് ശരിയാം വിധം സംരക്ഷണം നൽകുക എന്ന് പറയുന്നത് വിശിഷ്യ പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അവരെ ശരിയാം വിധം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്ന് മോചനം ലഭ്യമാകുവാനും സ്വർഗം ലഭിക്കുവാനും കാരണമായി തീർന്നതാണ് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്വർഗം ആഗ്രഹിച്ച് നരകത്തിൽ നിന്നും വിമുക്തി ലഭിക്കണം എന്ന് അഭിലഷിച്ച് തെറ്റായ പ്രചാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സന്താന നിയന്ത്രണം നടത്തുക, ഭ്രൂണഹത്യ നടത്തുക എന്നീ മേഖലയിൽ നിന്ന് ഒരു വിശ്വാസി എന്ന നിലക്ക് നാം വിട്ടുനിൽക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. യഥാർത്ഥ സത്യവിശ്വാസികളിൽ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. സത്യം പറയുക,
സത്യസാക്ഷിയാവുക, സത്യവാന്മാരുടെ കൂടെ നിൽക്കുക എന്നത് സത്യവിശ്വാസത്തിൻ്റെ അടയാളമാണ് എന്നാണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അസത്യം പറയുക എന്നുള്ളത്, അസത്യം പ്രചരിപ്പിക്കുക എന്നുള്ളത്, അസത്യവാന്മാർക്ക് സാക്ഷികളായി നിൽക്കുക എന്നുള്ളത് നരകം ലഭിക്കുവാൻ കാരണമായി തീരുന്ന കുഫറിൻ്റെ അടയാളമാണ്, നിഫാഖിൻ്റെ അടയാളമാണ് എന്നുകൂടി പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യം മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കും. ഇന്ന സുദഖ യഹ്ദി ഇലൽ ബിർ വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. തീർച്ചയായും സത്യം മനുഷ്യനെ പുണ്യത്തിലേക്കും പുണ്യം മനുഷ്യനെ സ്വർഗത്തിലേക്കും നയിക്കും. വ ഇന്നർ റജുല ലയസ്ദുഖ് വയതഹറ അല സിദ്ഖ് ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ. ഒരു വ്യക്തി സത്യം പറയും, സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അവന് ശ്രദ്ധയുണ്ടാകും. അങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് അവൻ സത്യവാൻ എന്ന് രേഖപ്പെടുത്തപ്പെടും. വ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ. തീർച്ചയായും അസത്യം താന്തോന്നിത്വത്തിലേക്ക്, തമ്മാടിത്തത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കും. തമ്മാടിത്തം മനുഷ്യനെ നരകത്തിലേക്കും ആനയിക്കും. വ ഇന്നർ റജുല ലയക്ദിബ് വയതഹറ അലൽ കദിബ് ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ. ഒരു വ്യക്തി കളവ് പറയും. കളവ് പറയുന്ന വിഷയത്തിൽ അവൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് അവനെ സംബന്ധിച്ച് പെരും കള്ളൻ എന്ന് രേഖപ്പെടുത്തപ്പെടും. അതുവരെ അവൻ കളവ് പറയും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ പെരും കള്ളൻ എന്ന് രേഖപ്പെടുത്തപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ കള്ളം പറയുന്ന വ്യക്തികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ ഒരു പെരുങ്കള്ളനുള്ളത് നമ്മുടെ പ്രദേശത്താണ് എന്നതാണ് ദൗർഭാഗ്യകരമായ സംഗതി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുശേഷിപ്പ് എൻ്റെ കൈകളിലുണ്ട്. പ്രവാചകന്റെ തിരുകേശം എൻ്റെ കയ്യിലുണ്ട്, അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകന്റെ ഉമിനീര് കലർന്നിട്ടുള്ള ജലം എൻ്റെ കൈവശമുണ്ട്, ഞാനത് പാനം ചെയ്യുന്നതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നു. അയാൾ അവകാശവാദം ഉന്നയിക്കുന്നത് പോലെ പ്രവാചകന്റെ തിരുശേഷിപ്പ് അയാളുടെ കയ്യിലുണ്ട് എന്ന് ചരിത്രപരമായി തെളിയിക്കുവാൻ അയാൾക്ക് സാധ്യമായിട്ടില്ല. എന്നു മാത്രമല്ല, അയാളുടെ വാദം അത് വ്യാജമാണ് എന്നും, അയാളുടെ കൈവശമുള്ള മുടി എന്ന് പറയുന്നത് ഇന്നാരുന്ന വ്യക്തികളിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് വളരെ കൃത്യമായി സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള സംഗതിയാകുന്നു. പക്ഷേ അങ്ങനെ എല്ലാം സ്ഥാപിക്കപ്പെട്ടാലും അയാളുടെ കർത്തവ്യം, അയാളുടെ ആ ഒരു ഹീനമായ കർത്തവ്യം അയാൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ യാതൊരു പ്രമാണവും ഇല്ലെങ്കിലും അയാളുടെ മേഖലയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അയാളുടെ തെറ്റായ വാദം സ്ഥാപിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ തന്റെ വലയത്തിൽ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ എടുത്തുകൊണ്ട് അയാൾ ദുർവ്യാഖ്യാനിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ എടുത്തുകൊണ്ട് തെറ്റായ അർത്ഥകൽപ്പന നൽകിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യഖ്റഉൽ ഖുർആന സലാസ്. 3 വിഭാഗം ആളുകൾ ഖുർആൻ പാരായണം ചെയ്യും. മുഅ്മിനുൻ വ മുനാഫിഖുൻ വ ഫാസിഖുൻ. സത്യവിശ്വാസി ഖുർആൻ പാരായണം ചെയ്യും. കപടവിശ്വാസിയും ഖുർആൻ പാരായണം ചെയ്യും. തെമ്മാടിയും ഖുർആൻ പാരായണം ചെയ്യും. ഫമൽ മുഅ്മിൻ. എന്താണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അതിൽ വിശ്വസിക്കുകയും വഅമില ബിഹി, ആ ഖുർആൻ കൊണ്ട് അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനനുസരിച്ച് കൊണ്ടുള്ള ഏറ്റവും നല്ല ജീവിതം അവൻ നയിക്കുന്നു. ഖുർആനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. അവനാണ് യഥാർത്ഥത്തിലുള്ള മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. ഫമൽ മുനാഫിഖ്. എന്താണ് മുനാഫിഖ് എന്ന് പറഞ്ഞാൽ? മൻ കഫറ ബിഹി. ഖുർആനിനെ അവൻ ഓതുന്നുണ്ടാകാം, മറ്റുള്ള ആളുകൾ കാണുന്നതിന് വേണ്ടി പാരായണം ചെയ്യുന്നുണ്ടാകാം, പക്ഷേ
ആ ഖുർആനിന്റെ ആശയത്തിൽ ശരിയാം വിധം അവൻ വിശ്വസിക്കുന്നില്ല. വമൻ ഫാസിർ, ആരാണ് ഫാസിർ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖറഅഹു വജഅലഹു സിൽഅഹ, തീർച്ചയായും ആ ഖുർആൻ അവൻ പാരായണം ചെയ്യുന്നു, ആ ഖുർആനിനെ അവൻ തന്റെ ഭൗതികമായ ജീവിതത്തിന്റെ വിൽപ്പന ചരക്കാക്കി മാറ്റുകയും ചെയ്യുന്നു, അവനാണ് തെമ്മാടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അത്തരത്തിലുള്ള വ്യക്തികളുടെ കെണിയിൽ സമൂഹം വീഴാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബോധനങ്ങൾ, ഉത്ബോധനങ്ങൾ, പ്രൊട്ടക്ഷൻ, പ്രതിരോധം ശരിയാം വിധം നാം തീർക്കേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഇന്ന് പൂനൂരിൽ വെച്ചുകൊണ്ട് 5 മണി മുതൽ നടക്കുന്നുണ്ട്. സാധ്യമാകുന്ന സഹോദരങ്ങളൊക്കെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സമീപത്തുള്ള ആളുകളെ ആ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടുകൂടി സഹൃദയരായി അവരെ ക്ഷണിക്കുന്നതിന് വേണ്ടി, ഗുണകാംക്ഷയോടുകൂടി അവരെ ക്ഷണിക്കുന്നതിന് വേണ്ടി നാം പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ ശരിയാം വിധം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ, സജ്ജനങ്ങൾ, സച്ചരിതകൾ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളും പാകപ്പിഴകളും അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തീർമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന വിശ്വാസി സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറവിയും സമാധാനവും നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസ സഹോദരങ്ങൾക്ക് നാഥ നീ തുറവിയും സമാധാനവും നൽകുമാറാകണമേ. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم انصر إخواننا بفلسطين اللهم انصر إخواننا بفلسطين اللهم انصر إخواننا بفلسطين اللهم انصرهم اللهم انصرهم على أعدائك اليهود المحتلين الظالمين اللهم مزق اليهود كل ممزق اللهم أنزل عليهم حجارة من سجيل اللهم أنزل عليهم عذابا من عندك اللهم لعنهم لعنا كبيرا اللهم لعنهم لعنا كبيرا اللهم لعنهم لعنا كبيرا اللهم فرق بين صفوف اليهود اللهم فرق بين صفوف اليهود اللهم فرق بين صفوف اليهود اللهم أيد وحدة الموحدين وفرق بين صفوف الكافرين ومزق كل ممزق بين أعداء الدين يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.